ടവർ കരിഞ്ഞു നിൽക്കുന്ന, തീ പിടിച്ച് കരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് കർത്താവിന് കാണിക്കുന്നത്. ഫ്രാൻസിലെ പാരീസിലെ വലിയ ടവർ, ചരിത്ര പ്രശസ്തമായ ടവർ, കരിഞ്ഞു നിൽക്കുന്ന ഇരുമ്പ് ടവർ തീ പിടിച്ച് കരിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം എന്നെ കാണിച്ചത് ഫ്രാൻസ് രാജ്യത്തിലെ വലിയ ടവർ. ആ ടവറാണ് പരിശുദ്ധ കാണിക്കുന്നത്. ആ ചരിത്ര പ്രശസ്തമായ ആ വലിയ ടവർ കരിഞ്ഞു നിൽക്കുന്ന, തീ പിടിച്ച് കരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് പരിശുദ്ധനെ കാണിച്ചത്. ദൈവമക്കൾ ആവശ്യത്തിൽ പ്രാർത്ഥിക്കുക, ഫ്രാൻസ് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ രാജ്യത്തോട് കർത്താവ് കരുണ കാണിക്കട്ടെ. വലിയ ഒരു സംഭവമാണ് നടക്കുന്നത്. ആ ടവർ കരിഞ്ഞു നിൽക്കുന്ന, തീ പിടിച്ച് കരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് കർത്താവിന് കാണിക്കുന്നത്. ഫ്രാൻസിലെ പാരീസിലെ വലിയ ടവർ, ചരിത്ര പ്രശസ്തമായ ടവർ, കരിഞ്ഞു നിൽക്കുന്ന ആ ഇരുമ്പ് ടവർ തീ പിടിച്ച് കരിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതുപോലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാകാൻ പോകുന്നു. ആ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫ്രാൻസിനെ ദൈവം സംരക്ഷിക്കട്ടെ. ഫ്രാൻസ് രാജ്യം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന രാജ്യമായി മാറട്ടെ. ആമേൻ. ഈ പ്രവചന ശബ്ദങ്ങളെ നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവരിലേക്ക്, പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ രൂക്ഷമായതോടെ 3 ലക്ഷം പേരെ വിവിധ മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചു. സ്പെയിൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകൾ അതീവ നിർണായകമാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ വിനോദസഞ്ചാര കേന്ദ്രമായ കാപ് ഫെറെ ഉപദ്വീപിൽ നിന്ന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ബോട്ട് മാർഗം ഒഴിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഉഷ്ണതരംഗത്തിന് പിന്നാലെയാണ് യൂറോപ്പിനെ കാട്ടുതീയും വിറപ്പിക്കുന്നത്. എന്താണ് സാഹചര്യം? നിമി, അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് യൂറോപ്പ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 1.5 മാസമായി തുടരുന്ന ഉഷ്ണതരംഗത്തിനൊപ്പം ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ വ്യാപകമായി കാട്ടുതീ പടർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി കാട്ടുതീ ജനവാസ കേന്ദ്രങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പടരുകയാണ്. ഇതുവരെ 5 ലക്ഷം പേരെയാണ് വീടുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നുമൊക്കെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞത്. ഫ്രാൻസിലെ ജിറോണ്ട്, ലാൻഡസ് മേഖലകളിൽ നിന്നായി 1.4 ലക്ഷത്തിലധികം പേരെയാണ് ഇതുവരെ ഒഴിപ്പിച്ചിട്ടുള്ളത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ബോർഡോ, ക്യാപ് ഫെററ്റ് ഉപദ്വീപ് എന്നിവിടങ്ങളിൽ തീ അതിവേഗം വ്യാപിക്കുന്നു. ക്യാപ് ഫെററ്റിൽ നിന്ന് ഏതാണ്ട് 44,000-ഓളം പേരെ ഇതുവരെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ ഫ്രാൻസിൽ 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇറ്റലിയിലെ സിസിലിയിൽ ഒരാളും മരിച്ചതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഫ്രാൻസിൽ മാത്രം ഏതാണ്ട് 22,000-ലധികം ഹെക്ടർ വനഭൂമി കത്തിനശിച്ചു. സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ സ്പെയിനിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തലസ്ഥാനമായ മാഡ്രിഡിന് സമീപവും അവില പ്രവിശ്യയിലും വരും മണിക്കൂറുകൾ അതീവ നിർണായകമാണെന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. സ്കോട്ട്ലൻഡിലെ കെയർ ഹോംസ് ദേശീയോദ്യാനം ഏതാണ്ട് ഭാഗികമായി കത്തിയമർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അഗ്നിശമന സേനയ്ക്കൊപ്പം മെഡിറ്ററേനിയൻ തീരരാജ്യങ്ങളിലെ എല്ലാ സൈന്യവും ഒരേ സമയം രക്ഷാപ്രവർത്തനത്തിനുണ്ട്. 1000-ഓളം വീടുകളാണ് 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഈ 3 രാജ്യങ്ങളിലായി കത്തിനശിച്ചു കഴിഞ്ഞത്. വീടുകൾ നഷ്ടപ്പെട്ട 10,000-കണക്കിന് ആളുകൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുണ്ട്. ഒരുപക്ഷെ യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്ന് ആദ്യമായിരിക്കും. ഉയർന്ന താപനിലയും ശക്തമായ കാറ്റും വരും ദിവസങ്ങളിലും തുടരുമെന്നതിനാൽ കാട്ടുതീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് യൂറോപ്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഒരുപക്ഷെ വലിയ മരണസംഖ്യയിലേക്ക്. ഫ്രാൻസിനോടുള്ള പ്രവചന ശബ്ദം. ഫ്രാൻസ് രാജ്യമേ, തലസ്ഥാനമായ പാരീസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാരീസിൽ ലോക ഒളിമ്പിക്സ് നടക്കുന്ന വേദി തിരുവത്താഴത്തിന്റെ മോഡലിൽ, തിരുവത്താഴത്തെ, യേശുക്രിസ്തുവിന്റെ തിരുവത്താഴത്തെ അവഹേളിച്ചുകൊണ്ട്, ആ കത്രുമേശയെ അവഹേളിച്ചുകൊണ്ട് അവർ ആ രാജ്യത്ത് കാണിച്ച ദൈവിക നിന്ദയെ, അതിന്റെ എതിരെ യഹോവയുടെ കരം വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. എന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൈവ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്.
രാജാവെന്ന് നോക്കാതെ രാജകൊട്ടാരത്തിന്റെ ചുമരിൽ യഹോവയുടെ കൈ വെളിപ്പെട്ട് അവന്റെ രാജ്യത്വത്തിന് അന്ത്യം കുറിച്ചതുപോലെ, അവനെതിരെ ന്യായവിധി എഴുതിയതുപോലെ, സകലതും അസ്തമിപ്പിച്ചു കളഞ്ഞതുപോലെ, പാരീസിനോടുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദം, ദൈവിക ശബ്ദം ഞാൻ കൈമാറുന്നു. ഇന്നുവരെയും പാരീസ് രാജ്യം കാണാത്ത വലിയ പ്രകൃതി ദുരന്തങ്ങൾ പാരീസിലുണ്ടാകാൻ പോകുന്നു. ചുഴലിക്കാറ്റിൽ, കൊടുങ്കാറ്റിൽ ആ രാജ്യം ആടി ഉലയും. ഇപ്പോൾ ചൈന രാജ്യം നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒട്ടും കുറയാതെ പാരീസ് എന്ന രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ദൈവനാമത്തെ ദുഷിച്ച, കർത്താവിന്റെ തിരുമേശയെ ദുഷിച്ച, അവഹേളിച്ച, അതിനെ രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റിയ പാരീസ് രാജ്യത്തോടുള്ള പ്രവചന ശബ്ദം ബെൽഷസ്സർ രാജാവായി എഴുത്തു കണ്ടപ്പോൾ അവന്റെ അരയുടെ ഏപ്പ് അഴിഞ്ഞതുപോലെ, അവന്റെ കാൽമുട്ടുകൾ ആടിപ്പോയതുപോലെ, അവൻ പാരീസിന്റെ ഏപ്പാടാൻ പോകുന്നു. പാരീസ് എന്ന രാജ്യത്തിന്റെ ഏപ്പാടാൻ പോകുന്നു. ദൈവത്തോടുള്ള അവഹേളന, ദൈവത്തെ നിന്ദിച്ച്, ദൈവനാമത്തെ നിന്ദിച്ച് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ വിശുദ്ധ കർത്തൃമേശയെ അവഹേളിച്ച രാജ്യത്തോടുള്ള പ്രവചന ശബ്ദം, നിന്റെ ആഘോഷം നിൽക്കാൻ പോകുന്നു, നിന്റെ ആനന്ദം തീരാൻ പോകുന്നു. പാരീസിനോടുള്ള പ്രവചന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഏയ് പാരീസേ, നിന്റെ സന്തോഷം തീരാൻ പോകുന്നു, നിന്റെ ആഘോഷങ്ങൾ ഇടവഴി വെച്ച് നിൽക്കാൻ പോകുന്നു. വലിയ പ്രകൃതി ദുരന്തങ്ങൾ നിന്റെ മേൽ വീഴാൻ പോകുന്നു. യഹോവയുടെ കരം നിനക്ക് പ്രതികൂലമായി ചലിക്കാൻ പോകുന്നു. ഇത് പാരീസിനോടുള്ള പ്രവചന ശബ്ദം. യൂറോപ്പ് കത്തിയിരിക്കുകയാണ്. ഫ്രാൻസിലും സ്പെയിനിലും ഇറ്റലിയിലുമായി ആളിപ്പടരുന്ന കാട്ടുതീയിൽ നിന്ന് രക്ഷ തേടി ഇതിനകം 3 ലക്ഷത്തിലധികം ആളുകളെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. സാധാരണയായി വേനൽക്കാലത്ത് മാത്രം കണ്ടുവരുന്ന കാട്ടുതീ ഇത്തവണ നവംബർ മാസം വരെ നീണ്ടു നിന്നേക്കാമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഏറ്റവും കഠിനമായ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഫ്രാൻസ് കടന്നുപോകുന്നതെന്നായിരുന്നു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം. ഫ്രാൻസിലെ ചരിത്രപ്രസിദ്ധമായ ബോർഡോ നഗരത്തിന്റെ വെറും 15 കിലോമീറ്റർ മാത്രം അകലെയോളം തീജ്വാലകൾ എത്തിക്കഴിഞ്ഞു. ജിറോണ്ട് മേഖലയിൽ മാത്രം പാരീസ് നഗരത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള പ്രദേശം കത്തിയമർന്നു. ആകാശത്ത് രൂപപ്പെടുന്ന പൈറോക്യുമുലിയോനിംബസ് അഥവാ തീമേഘങ്ങളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിശക്തമായ താപം മൂലം രൂപപ്പെടുന്ന ഈ മേഘങ്ങൾ സ്വന്തമായി കാറ്റും ഇടിമിന്നലും സൃഷ്ടിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ മിന്നലുകൾ വീണ്ടും പുതിയ കാട്ടുതീകൾക്ക് കാരണമാകുന്നത് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കുന്നു. ലോകത്തെ ശരാശരി താപനിലയേക്കാൾ 2 ഇരട്ടി വേഗത്തിലാണ് യൂറോപ്പ് ചൂടാകുന്നത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കാട്ടുതീ സീസൺ നവംബർ വരെ നീളുന്നത് വൻകരയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും. മുന്തിരിത്തോട്ടങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നശിക്കുന്നത് ബോർഡോ പോലുള്ള മേഖലയിൽ വലിയ പ്രതിസന്ധിയാകും. കൂടാതെ കനത്ത പുക ശ്വസിക്കുന്നത് മൂലം 1 ലക്ഷത്തിലധികം അകാല മരണങ്ങൾ സംഭവിക്കുമെന്നും വിദഗ്ധർ ഭയപ്പെടുന്നു. റിസർച്ച് ഡെസ്ക് 24.